നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം നമ്മുടെ പഴയ വീടാണ്. ഒരുപാട് കാലം നമ്മളിവിടെ അടിച്ചു പൊളിച്ച് താമസിച്ച സ്ഥലമാണ്. വിളിച്ചത് നമ്മൾ പിള്ളേർ തക്കുടും പുനരൊക്കെ കൂടുതലായിട്ട് ഇവിടെ കിടന്നിട്ട് റോഡിൽ കിടന്ന് ചാടി പറഞ്ഞ സ്ഥലമാണിത് കേട്ടോ. ഇപ്പോൾ മൊത്തത്തിൽ കാടൊക്കെ പിടിച്ച് കിടക്കാം. ഞാൻ ഇപ്പം ഫ്രണ്ടിലത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം ഷീറ്റ് ഇട്ട് ആ ഷീറ്റെല്ലാം മിക്കവാറും എനിക്കൊന്ന് കീറിയിട്ടുണ്ടാകും ചെറുതായിട്ടൊക്കെ. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളിൽ വെള്ളം വീഴാനുള്ള രീതിയിലായി ഉണ്ടാവുക. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ടി വി എന്താ കാണുന്നത്? ടി വി എന്താ? നമ്മുടെ ടി വി ഇതാണ്ട് ഇവിടെ ഇരിക്കുമല്ലേ, പിന്നെ എങ്ങനെയാണ് ടി വി കാണുന്നത്? നമ്മുടെ ടി വി റിസീവർ സാധനങ്ങൾ നമ്മൾ വാടക വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അതാണ് എപ്പോഴും ഉണ്ടോസ് വിളിച്ച് പറയും. ഇവിടെ പാമ്പ കയറിയിട്ടുണ്ട് ചേട്ടായി, ഓടി വേഗം പാകം പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇവിടെ പാമ്പ കയറിയിരുന്നു കേട്ടോ, സൂക്ഷിച്ചില്ലേ. അതൊക്കെ മൊത്തം കട്ടയായതുകൊണ്ട് അതിന് കയറാം. മൊത്തം പുറമേ തേച്ചിട്ടില്ലല്ലോ. പിന്നെ ഇതാണ് നമ്മൾ പുറമേ നേരത്തെ കണ്ട ടാപ്പ്. എപ്പോഴും വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഉറപ്പ് പറയാം, നമ്മളൊരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 മാസത്തിനുള്ളിൽ നമ്മൾ ഈ വീടൊക്കെ പുതുക്കി പണിത് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും. കാരണം നമുക്ക് പറ്റിയത് ഇത് തന്നെയാണ്. ഹലോ ഗൈസ്, ജീസസ് വ്ളോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഭയങ്കര ഒരു സന്തോഷത്തിലും ചെറിയൊരു സങ്കടത്തിലൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാലമായി നമ്മുടെ പഴയ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പഴയ വീടിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം ഭയങ്കര സന്തോഷത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഓരോ സമയവും നല്ല അടിച്ച് പൊളിയായിരുന്നു സംഭവം. നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാലം നമ്മൾ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിച്ച നമ്മുടെ കുഞ്ഞു വീടിന് മുമ്പിലായിരുന്നു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നല്ല സൗകര്യത്തിലാണുള്ളത്. സംഭവം ശരിയാണ്, നമ്മളിപ്പം ഒരുപാട് സൗകര്യത്തിലാണുള്ളത്. നമ്മളിപ്പം വാടകയ്ക്ക് ഒരു വീട്ടിൽ പോയെന്ന് പറഞ്ഞാലും ഒരുപാട് സൗകര്യത്തിലാണുള്ളത്. നല്ല ഹാളുണ്ട്, നല്ല റൂമുകളുണ്ട്, എല്ലാം കൊണ്ട് നല്ല സൗകര്യമാണ്. പക്ഷേങ്കിൽ ഇവിടുത്തെ ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം നമുക്ക് എവിടെയും കിട്ടുകയില്ല. അത് ചിലർക്ക് കുറേ പേരൊക്കെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്ന് വലിയ വീട്ടിലോട്ട് മാറിയ ആൾക്കാർക്ക് ചിലപ്പം മനസ്സിലാവും. അതായത് പൈസ എന്ന് പറഞ്ഞ സംഭവം അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സംഭവം. ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത് പറയും അതൊന്നും അല്ല സംഭവം. നമ്മുടെ നല്ല ജീവിത സാഹചര്യം മാത്രമല്ലേ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബാധിക്കുന്ന കാര്യം. അതല്ല നല്ല സത്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിച്ച് വളർന്ന ആ സാഹചര്യം അത് അതിൻ്റെ അന്ന് വിട്ട് വേറെ നല്ല എത്ര വലുതായാലും എല്ലാ സംഭവമായാലും അതിൻ്റെ അടുത്ത് മാറിക്കഴിയുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം നമ്മുടെ പഴയ വീടാണ്. ഒരുപാട് കാലം നമ്മളിവിടെ അടിച്ചു പൊളിച്ച് താമസിച്ച സ്ഥലമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, അപ്പോൾ നമ്മുടെ വീടൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പുതിയ വീട് ഈ പഴയ വീട് എല്ലാവരും ഒന്നും കാണാൻ സാധ്യതയില്ല. അതായത് നമ്മുടെ ഇപ്പം പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും കാണാൻ സാധ്യതയില്ല. അപ്പം ഞാൻ മൊത്തമായിട്ട് ചുറ്റുപാട് മൊത്തം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഹോം ടൂർ വീഡിയോ ആയിട്ട് നമ്മുടെ പഴയ വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിക്കവാറും ഞാൻ ഒരു 2 മാസം കൊണ്ട് മിക്കവാറും ഇങ്ങോട്ട് തന്നെ വീട് മൊത്തം പുതുക്കി പണിത്, അതായത് ഈ നമ്മുടെ ഷെഡ് മൊത്തം ഒന്നുകൂടെ പണിത് നല്ല വൃത്തിയാക്കി ഇങ്ങോട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മറ്റേ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ മടയൊക്കെ ഉള്ളിടത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താ മൊത്തത്തിൽ കാണിച്ചു തരാം ഗൈസ്. ഞാൻ എന്തായാലും വണ്ടി എടുത്തോണ്ടാണ് വന്നത്. വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന കാര്യം എന്ന് വെച്ചാൽ വെല്ലുമ്മച്ചിക്ക് തീരെ സുഖമില്ല, നമ്മുടെ പപ്പാൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമായിട്ട് വന്നതാണ്. പുള്ളിക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം കുറച്ച് റെഡിയുണ്ട്, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താഴോട്ടിറങ്ങി ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ കൊട്ടാരം കേട്ടോ. നമ്മൾ ഒരുപാട് കാലം ജീവിച്ച് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച നമ്മൾ പിള്ളേർ തക്കുടും പുനരൊക്കെ കൂടുതലായിട്ട് ഇവിടെ കിടന്നിട്ട് റോഡിൽ കിടന്ന് ചാടി പറഞ്ഞ സ്ഥലമാണിത് കേട്ടോ. ഇപ്പോൾ മൊത്തത്തിൽ കാടൊക്കെ പിടിച്ച് കിടക്കാം. ഞാൻ ഇപ്പം ഫ്രണ്ടിലത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് ഇട്ട് കിടപ്പുണ്ട്. ആ പ്ലാസ്റ്റിക്കൊക്കെ മൊത്തം കീറിപ്പോയി, മണ്ടയിലത്തെ പ്ലാസ്റ്റിക്കൊക്കെ മൊത്തം കീറി നാശമായി കണ്ടോ. ഇപ്പം എനിക്കൊന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉള്ളിൽ വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ മൊത്തം കാട് കയറി കിടക്കുവാണ് കണ്ടോ. ഇപ്പോൾ ഇവിടെ മീൻകുളമൊക്കെ ഉണ്ട്, അതായത് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചെന്ന് നോക്കട്ടെ. ഒരു മീനിൻ്റെ കുളമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇപ്പോഴും മീനുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഉണ്ട് ഗൈസ്, മീനൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടോ. പിന്നെ അത് ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളും ഫ്ലാറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാലും പിന്നെ ഇവിടെ ഈ ഷെഡ് എന്ന് പറയുന്നത് നമ്മൾ തുണി പുറമേ ഉള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ അകത്തോട്ട് കയറാം. ഇത് ഞാൻ പുറത്തോട്ട് തുണിയൊക്കെ ഇടാൻ വേണ്ടി, അതായത് തുണിയൊക്കെ അലക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതായിരുന്നു കേട്ടോ. അയൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഉള്ളിൽ ഈ ഇത്ര ചെറിയ ഷെഡാണ്, ഇതിൻ്റെ ഉള്ളിൽ തുണി ഇടാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ. ആ ഒരു റൂം മാത്രമേ ഉള്ളൂ, ഒരു റൂമും അടുക്കള. അപ്പോൾ അതിനകത്ത് നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്
ഉപയോഗിച്ചായിരുന്നു കേട്ടോ. ആയ കെട്ടിയിട്ടുണ്ട് സാരി കൂടെ. അപ്പോൾ ഇതിനകത്താണ് തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ളത് ചെറിയൊരു തിണ്ണയാണ് കേട്ടോ. ഇവിടുന്ന് കാണുന്ന രീതിയിലുള്ള ചെറിയൊരു തിണ്ണയുണ്ട്. ഇത്ര വീതിയുള്ളൂ. ഇത് മൊത്തം കാർപ്പറ്റ് ഇട്ടാണ്. വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ വീടിന്റെ പണി മൊത്തം ഞാൻ ഒറ്റയ്ക്ക് എടുത്താണ്. വേറൊരാളുടെ സഹായമില്ല. ഇതിന്റെ മണ്ടയിലത്തെ പണി പപ്പ എടുത്തു തന്നു. അതായത് എൻ്റെ പപ്പ എടുത്തു തന്നു. അല്ലാണ്ട് ഇതിന്റെ ഫുള്ള് കെട്ട്, ഇതിന്റെ ചുമര് കെട്ട്, തറ വേറെ ആളെ കുഞ്ഞ് കെട്ടിച്ചു. ബാക്കി ചുമര് കെട്ട്, ഇതിന്റെ തേപ്പ്, ഇതിന്റെ ഫുള്ളായിട്ടുള്ള തേപ്പ് സംഭവങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ സമയമുള്ള സമയത്ത് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഈ വീടിനോട് അതുപോലെ ഇഷ്ടം കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ നമ്മളതുപോലെ അധ്വാനിച്ച് ആരുടെ അധ്വാനം ഇതിനകത്ത് വേറെ ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ ആ ഒരു സുഖമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലംബിങ് പരിപാടിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താട്ടോ. ഇത് നമ്മുടെ വാഷ് ബേസിൻ്റെ ആണ്. അടുക്കളയിൽ നിന്ന് വേസ്റ്റ് വെള്ളം വരുന്ന ഇതാണ്. ഇവിടുന്ന് തന്നെ ഇതുണ്ടോ, അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴി കുഴിച്ചിട്ട് അതിനകത്തോട്ട് വേസ്റ്റ് വെള്ളമൊക്കെ ഇടുന്ന സംഭവമാണ്. പിന്നെ ഇത് നമ്മൾ ഇത് പൈപ്പാണ്, വെള്ളം വരുന്ന പൈപ്പാണ് കേട്ടോ. അടുക്കളയിലെ ടാപ്പിലോട്ട് വെള്ളം വരുന്ന പൈപ്പാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഇത് അടുക്കള. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ചിലന്തി വല കെട്ടി കേട്ടോ. ഇവിടെ നമ്മുടെ അടുക്കളയാണ്. ഇതൊരു ചെറിയൊരു ഭിത്തിയൊക്കെ കെട്ടി ഉണ്ടാക്കി വെച്ചാട്ടോ. ഇതാണ് നമ്മുടെ അടുക്കളയാണ്. ഇപ്പം 2 അടുപ്പുണ്ട്. അടുക്കള എന്ന് പറയുമ്പോൾ ഇതെല്ലാം അടുക്കള. ഇത് പുറമെ നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ അത്യാവശ്യം വിറകൊക്കെ വെച്ച് ഉണങ്ങാൻ വേണ്ടി ഒരു തട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രാത്രി, അതുകൊണ്ടാണ് വലിയ വീഡിയോയ്ക്ക് വെളിച്ചമില്ലാത്തത്. അപ്പോൾ ഇവിടെ 2 അടുപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മൊത്തം കരി, നല്ല വൃത്തി കിടന്ന സ്ഥലമാണ്. മൊത്തം കരിയിലെ സംഭവങ്ങളൊക്കെ ആയി കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ വന്നിട്ട് ഇവിടെ റവറൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇന്ന് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ നമ്മുടെ ബാത്റൂം ഇതാണ്ട്, അത് ഉള്ളിൽ കയറി കാണിക്കാനൊന്നുമില്ല. പിന്നെ നമ്മളെ വീടിൻ്റെ തറ പിന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് നല്ല വീട് വെക്കാനുള്ളതിൻ്റെ തറയൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാത്റൂം മാത്രം നമ്മൾ നല്ല രീതിയിലാണ് ഉണ്ടാക്കിയത്. അതായത് പൊളിച്ചു കാണേണ്ട കാര്യമില്ല. അത് നമുക്ക് ഈ വീടുണ്ടാക്കിയ സമയത്തും നമുക്ക് ആ ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടി പുറത്തൊരു ബാത്റൂം എന്തായാലും വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബാത്റൂം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നല്ല ഉള്ളോട്ട് കയറാം. നമ്മുടെ കുഞ്ഞുണ്ട് ഇവിടുന്ന് നോക്കിയാൽ കാണാം. മേലെ മൊത്തം ഷീറ്റ് ഇട്ട്, ആ ഷീറ്റെല്ലാം മിക്കവാറും കീറിയിട്ടുണ്ടാകും ചെറുതായിട്ടൊക്കെ. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളിൽ വെള്ളം വീഴാനുള്ള രീതിയിലായി ഉണ്ടാവുക. കരിയിലൊക്കെ വന്നിട്ട് മൊത്തം കെട്ടിക്കിടപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ കാർ വെച്ചോണ്ടിരുന്നത് കേട്ടോ. ഈ പ്ലാസ്റ്റിക് കെട്ടിയ സ്ഥലത്താണ് നമ്മൾ കാറൊക്കെ എടുത്ത് കയറ്റിക്കൊണ്ടിരുന്നത്. ഈ പ്ലാസ്റ്റിക് കെട്ടിയ ഇത് ഇവിടെയാണ് കാറൊക്കെ വെച്ചോണ്ടിരുന്നത്. ഇനി ഇവിടുന്ന് ഉള്ളോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു തിണ്ണയുണ്ട്. ഞാൻ കാർപ്പറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി. എന്നുവെച്ചാൽ കാർപ്പറ്റ് ഇട്ടതിൻ്റെ കാരണം നമ്മുടെ പിള്ളേർ രണ്ടാളും ടക്കടും പുനരും കൂടെ ചെറുതായിരുന്നല്ലോ ഇവിടെ ഉള്ള സമയത്ത്. അപ്പോൾ അവർ ഇവിടെ കൂത്തിട്ട് ഇങ്ങനെ മാന്തി കുഴിച്ചിട്ട് ഈ പൊടി എടുത്തിട്ട് കളിക്കുന്നുണ്ട്, അസുഖം പിടിക്കുന്നുണ്ട്. അത് മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഭയങ്കര ഒരു ഇരുട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങോട്ട് കയറി കഴിയുമ്പോൾ എന്താണ്ടേ നമ്മളിവിടെ കട്ടിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പണിക്ക് പോയ സമയത്ത് കുറച്ച് വിറക് പേർക്ക് ഇവിടെ വെച്ചിട്ട് പോകാം കേട്ടോ. പിന്നെ നമ്മുടെ TV എല്ലാവരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ TV എന്താ കാണുന്നത്? TV എന്താ? നമ്മുടെ TV ഇതാണ്ട് ഇവിടെ ഇരിക്കുമല്ലേ, പിന്നെ എങ്ങനെയാണ് TV കാണുന്നത്? നമ്മുടെ TV റിസീവർ സാധനങ്ങൾ നമ്മൾ വാടക വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അതൊക്കെ ഇവിടെ തന്നെ വെച്ചേക്കുവാണ്. അതൊന്നും കൊണ്ടുപോയിട്ടില്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ വാതിലടച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ അകത്താണ് നല്ല അടിപൊളിയായിട്ട് താമസിച്ച സ്ഥലമാണ്. ഇതിങ്ങനെ അടച്ചിടും. ശരിക്കും പറഞ്ഞാൽ ഈ കഥയൊക്കെ ആരെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞ് ഇളകി പോകുന്ന കഥയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു വിശ്വാസമുണ്ട്. ഇവിടെ ഒന്നും ഈ നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അത്ര നല്ല ആൾക്കാരാണ്. നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഏത് രാത്രി നമുക്ക് ഇവിടെ കിടക്കാം. ഞാൻ ഒറ്റയ്ക്ക് അല്ല, എൻ്റെ പിള്ളേരും വൈഫും ഒറ്റയ്ക്കാണെങ്കിലും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടെയൊക്കെ എന്താ പറയുക, നമുക്കൊരു സഹായമുള്ള ആൾക്കാരാണ്. പിന്നെ ജനൽ ഇവിടെ വെച്ചിട്ടുണ്ട്. മൊത്തം ചെതൽ കയറി കേട്ടോ. ഇതുണ്ടോ, നമ്മളിവിടെ ആളാനൊക്കെ ഇല്ലാത്തതുകൊണ്ട് മൊത്തം ചെതൽ കയറിപ്പോയി. ഇതൊക്കെ വൃത്തിയാക്കണം നമുക്ക്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വെച്ചിട്ട് പോയാൽ നമ്മുടെ തുണി സാധനങ്ങൾ, ആവശ്യമില്ല സാധനങ്ങൾ നമ്മളങ്ങോട്ട് എടുത്തിട്ടില്ല. ഇത് ഞാൻ പണിക്ക് വന്ന ഡ്രസ്സ് കേട്ടോ. പണിക്ക് വന്ന ഡ്രസ്സൊക്കെ എന്നെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പോയതാണ്. പിന്നെ എന്തോടെ കാണാനുള്ളത്, ഇതായിരുന്നു നമ്മുടെ റൂം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ റൂം. ഇതായിരുന്നു നമ്മൾ ഇവിടെയാണ് കട്ടിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി, പിള്ളേരുടെ അലറയിലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇത്? ഞങ്ങൾ ചൂണ്ട, അതായത് ചൂണ്ടയിലെ വള ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോകുന്ന സമയത്ത് മേടിച്ച് വെച്ച സാധനമാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇയർഫോണ്, അല്ല മറ്റേ ഹെഡ്സെറ്റ്, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഇതിന് ഓർമ്മ. ഇവിടെ ഒന്ന് ഇടക്കിടയ്ക്ക് കയറി നോക്കി കഴിഞ്ഞാൽ ഒരു സുഖമാണ് കേട്ടോ. അതിൻ്റെ TV-ൻ്റെ റിമോട്ടൊക്കെയാണ്. ഇവിടെ എന്താണോ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് ഈ 2 റൂമേ ഉള്ളൂ. ഇവിടെ ഒഴിവായിട്ട് ഈ സാധനം വെച്ചിട്ട് തിരിച്ചാണ് കേട്ടോ. ഒരു കാർബോർഡിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ ഇവിടെയാണ്
നമ്മൾ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഗ്യാസിന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ് ഇത്. ഇവിടെ ഞാൻ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ട് എന്തെങ്കിലും സാധനം വെക്കാനോ വിചാരിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് കെട്ടിയെടുത്താണ്. സ്വന്തമായിട്ടെന്ന് വെച്ചാൽ ഇത് മൊത്തം ഞാൻ സ്വന്തം ചെയ്തതാണ്, വേറെ ആരുടെ സഹായമൊന്നുമില്ല. അപ്പൊ ഇത് പിന്നെ നമ്മൾ പാത്രങ്ങൾ നമ്മുടെ ഇത് കുഞ്ഞ് നമ്മുടെ അടുക്കളയാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണിച്ചാൽ ശരി ഉണ്ടോ, ഇവിടെ നീ ഇത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ 2 റൂമേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയാണ്. അപ്പൊ ഇത് നല്ല ചില്ലറ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ് ഇത്. ഞാൻ പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത്, നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫോൺ ആദ്യം വേറെയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി മൈക്ക്, നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി, അതായത് ഓഡിയോ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. പിന്നെന്തുവാ, ഇതെന്തോ ഡയറിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഓർമ്മകളാണ് സത്യം പറഞ്ഞാൽ. എന്തൊക്കെയോ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ബാക്കിയൊക്കെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോയി. പിന്നെ ഗൈസ്, നമ്മുടെ വൈഫൈൻ്റെ കേബിൾ കണക്ഷൻ ഇതേപോലെ ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ വൈഫൈ ഉപയോഗിച്ചു. നമ്മൾ ഇവിടുന്ന് വൈഫൈ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പം കണക്ഷൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇവിടെ വൈഫൈൻ്റെ കണക്ഷൻ ഇരിപ്പുണ്ട്. നമ്മൾ വന്നിട്ട് നമ്മുടെ ബോക്സ് ഇവിടെ കൊണ്ടൊന്ന് കുത്തി കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ കണക്ഷൻ കിട്ടും. കണ്ടോ, ബോക്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഫ്ലഗേ ഉള്ളൂ, ഈ ഒരു ഫ്ലഗേ ഉള്ളൂ നമ്മുടെ ഇവിടെ. ഇത് ബൾബിൻ്റെ, ഇത് പ്ലഗ്, ഇത് കക്കൂസിലോട്ടുള്ളതാണ് കേട്ടോ. ഈ സ്വിച്ച് ഇട്ട് നമുക്ക് പുറത്തോട്ടുള്ള ബൾബിനൊക്കെ വെച്ചതാണ്. പിന്നെ ഇവിടെ ഒരു വാതിലുണ്ട്, ഒരു ചെറിയ ജനലുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഈ നമ്മുടെ സാധനങ്ങൾ മൊത്തം വെച്ച അടുക്കളയിലുള്ള പൊടികൾ സാധനങ്ങൾ മൊത്തം വെച്ചോണ്ട് ഇതാ ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യമുണ്ട്. നമുക്ക് ഒരു ഷെൽഫിൽ വെക്കുന്ന പോലെ തന്നെ. ഇതൊക്കെ സ്വന്തം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ആവശ്യമില്ല, ഇത് പോയതാണ്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയില്ല. ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ്. എന്നാൽ പഴയ ബ്രഷൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആകെ ഒരു ജനലുണ്ട്. ഇവിടെയൊക്കെ പണ്ടൊക്കെയാണ് നമ്മൾ താഴോട്ടൊക്കെ പോയിട്ട് സമയത്താണ് എപ്പോഴും ഉണ്ടൂസ് വിളിച്ച് പറയും. ഇവിടെയൊക്കെ പാവ കയറിയിട്ടുണ്ട്, ചേട്ടായി ഓടി വേഗം പാകം പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ പാവ കയറിയിരിക്കും കേട്ടോ, സൂക്ഷിച്ചില്ലേ. അതൊക്കെ മൊത്തം കട്ടയായതുകൊണ്ട് അതിന് കയറാം. മൊത്തം പുറമേ തേച്ചിട്ടില്ലല്ലോ. പിന്നെ ഇതാണ് നമ്മൾ പുറമേ നേരത്തെ കണ്ട ടാപ്പ്. കണ്ടോ, ഇപ്പോഴും വെള്ളം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നമ്മുടെ സംഭവങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇതാ ഉണ്ടോ, നല്ല വെള്ളമാണ്. ഇത് നമ്മുടെ ടാപ്പ് വാഷ് ബേസിന് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഇവിടെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഒരു അറമ്പായി കിടപ്പുണ്ട്. എന്നാലും ഉപയോഗിക്കാനായിട്ടാണ്. വെള്ളമൊന്നും ലീക്കൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ സ്വന്തം സെറ്റപ്പ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം, അതേ നമ്മുടെ അടുപ്പ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ നമ്മുടെ അടുപ്പ് ഇവിടെ തന്നെയാണ് സാധനം വെക്കുന്നത്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ കേട്ടോ. കൂട്ടി ഉണ്ടോ, ടി വി സംഭവങ്ങൾ. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ പിള്ളേർ ഇവിടെ കിടന്ന് ഓടി കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം നമ്മൾ എത്ര നല്ല സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് പറഞ്ഞാലും ഇതിന്റെ ഒരു സുഖം വേറെ എവിടെ കിട്ടൂല സത്യം പറഞ്ഞാൽ. വാല് തുറന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ കുഞ്ഞു വീടിന്റെ ഹോം ടൂർ ഇത്രേ ഉള്ളൂ. അതിപ്പം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു വീടിന്റെ ഹോം ടൂറായിട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളിന്ന് മാറിയ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും 12,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള സമയത്താണ് നമ്മൾ നേരെ നമ്മൾ വാടക വീട്ടിലോട്ട് പോകുന്നത്. അന്നേരം ഇപ്പം നമുക്ക് ഏകദേശം 80,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 10-60,000 സബ്സ്ക്രൈബേഴ്സ് ഏകദേശം കൂടി, 60,000-ന് മേലെ കൂടി. അപ്പോൾ അത്രയും പേര് നമ്മുടെ വീഡിയോ ഒന്നും കണ്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മളെന്തായാലും ഉറപ്പ് പറയാം, നമ്മളൊരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 മാസത്തിനുള്ളിൽ നമ്മൾ ഈ വീടൊക്കെ പുതുക്കി പണിത് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും. കാരണം നമുക്ക് പറ്റിയത് ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ. എനിക്കത് മനസ്സിലായി. ഞങ്ങളത് മാറിക്കഴിഞ്ഞപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ അവിടെ ജീവിച്ച് കഴിയുമ്പം അത്ര സൗകര്യമില്ലേ. പക്ഷെ അതല്ല സംഭവം. എനിക്കും എൻ്റെ വിൻഡോസിനും പിള്ളേർക്കും ഇത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൗകര്യങ്ങൾ ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു വീടിൻ്റെ ഹോം ടൂർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നാളെ വേറൊരു വീഡിയോ ഇട്ട് വരാം. അതുവരെ ബൈ.